അൽ ജവാബ് ദ ആൻസർ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് MK Fabrics, Convent Road, കൊല്ലം. My wedding, my MK Fabrics, MK Road, കൊല്ലം. ഇനി കല്യാണ പെണ്ണാകാൻ ആരും കൊതിക്കും. Signature Groom and Bride, opposite Shangas Hospital, കൊല്ലം. അറഫ ഗോൾഡ്, അട്ടക്കുളങ്ങര, ട്രിവാൻഡ്രം. ഒന്ന് കണ്ടോട്ടെ അനുവാദം തരുമോ, എൻ്റെ ഹൃദയത്തിൻ ഇരുളങ്ങ് മാറാൻ. ഒന്ന് വിളിച്ചോട്ടെ അനുകമ്പ വരുമോ, ഇനിയും കരിയാത്ത പാപങ്ങൾ തീരാൻ. കണ്ടോട്ടെ അനുവാദം തരുമോ, എൻ്റെ ഹൃദയത്തിൻ ഇരുളങ്ങ് മാറാൻ. ഒന്ന് വിളിച്ചോട്ടെ അനുകമ്പ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീൻ. അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ വെള്ളിയാഴ്ച പ്രഭാതത്തിൽ അൽ ജവാബ് കാണാൻ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാർക്ക്, സഹോദരങ്ങൾക്ക് അൽഹംദുലില്ലാഹ് MK ഫാബ്രിക്സ് അണിയിച്ചൊരുക്കുന്ന അൽ ജവാബിൻ്റെ മനോഹരവും പഠനാർഹവുമായ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അള്ളാഹു നമ്മൾ പഠിക്കുന്ന പ്രാർത്ഥനകൾ, കഴിഞ്ഞ ആഴ്ച നമ്മൾ സ്വലാത്ത് പഠിച്ചു, അൽഹംദുലില്ലാഹ് അതൊക്കെ കഴിഞ്ഞ ഒരാഴ്ച കാലമായി നിങ്ങൾ ചൊല്ലുന്നുണ്ടാവും. അതൊന്നും ഒഴിവാക്കരുത്. അതൊക്കെ കൊണ്ട് വലിയ നേട്ടവും പദവിയും ഉയർച്ചയും വളർച്ചയും അള്ളാഹു നമുക്കെല്ലാം നൽകട്ടെ. ഈ പ്രോഗ്രാമിന് വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അള്ളാഹു ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, സൂറത്തുൽ ഖലമിൽ പരലോകത്തെ സംബന്ധിച്ച് പറയുന്ന, പരലോകത്ത് തെമ്മാടികൾക്ക് കൊടുക്കുന്ന ശിക്ഷാമുറകളെക്കുറിച്ചും വിശ്വാസികൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളെക്കുറിച്ചും പ്രതിഫലങ്ങളെക്കുറിച്ചും ഒക്കെയാണ് നാം പറഞ്ഞുകൊണ്ടിരുന്നത്. ബാക്കി ഭാഗത്തേക്ക് വരികയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങൾക്ക് ദുനിയാവിൽ ജീവിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ തോന്നുന്നുണ്ടോ? തോന്നിവാസികളായി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആഖിറത്തിൽ രക്ഷപ്പെടാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് ധാരണയുണ്ടോ? ശക്തമായ ഭാഷയിൽ അള്ളാഹുവിൻ്റെ ചോദ്യമാണ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മാ ലക്കും കൈഫ തഹ്കുമൂൻ അം ലക്കും കിതാബുൻ ഫീഹി തദ്റുസൂൻ ഇന്ന ലക്കും ഫീഹി ലമാ തഖയ്യറൂൻ മാ ലക്കും കൈഫ തഹ്കുമൂൻ അം ലക്കും കിതാബുൻ ഫീഹി തദ്റുസൂൻ ഇന്ന ലക്കും ഫീഹി ലമാ തഖയ്യറൂൻ. അള്ളാഹു ചോദിക്കുകയാണ്, എങ്ങനെയാണ് നിങ്ങളുടെ വിധി പറയൽ? എല്ലാവർക്കും ഒരുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല തെറ്റ് ചെയ്തവർക്കും നന്മ ചെയ്തവർക്കും ഒക്കെ സ്വർഗം കൊടുക്കണം എന്ന്, പ്രതിഫലം കൊടുക്കണം എന്നൊക്കെ നിങ്ങൾ പറയാൻ, അതിനു മാത്രം എങ്ങനെയാണ് നിങ്ങളുടെ ഈ വിധി പറയലെന്ന് അള്ളാഹു പുച്ഛിക്കുകയാണ്. എന്നിട്ട് വീണ്ടും പറയുന്നു, അള്ളാഹ് ചോദിക്കുകയാണ്, അം ലക്കും കിതാബുൻ ഫീഹി തദ്റുസൂൻ. നിങ്ങൾക്ക് വായിച്ചു പഠിക്കാനുള്ള രേഖ നിങ്ങളുടെ കയ്യിലുണ്ടോ? ഇന്ന ലക്കും ഫീഹി ലമാ തഖയ്യറൂൻ. നിങ്ങൾക്കിഷ്ടമുള്ളതൊക്കെ നിങ്ങൾ ചെയ്തോളൂ, നിങ്ങൾക്കിഷ്ടമുള്ളതുപോലെ ഞാൻ വിളമ്പിത്തരാമെന്ന് പറയാൻ മാത്രമുള്ള ശക്തമായ ഭാഷയിൽ അള്ളാഹുവിൻ്റെ ചോദ്യമാണ്. അങ്ങനെയുള്ള രേഖകൾ വല്ലതും നിങ്ങളുടെ കയ്യിലുണ്ടോ? അതല്ലെങ്കിൽ വീണ്ടും ചോദിക്കുകയാണ്. നമ്മളൊക്കെ സാധാരണ എന്തെങ്കിലും ഒരു വലിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഏറ്റവും വലിയ അധികാരി വർഗം താഴെയുള്ളൊരു വിഭാഗത്തിനോട് ശക്തമായ ഭാഷയിൽ ചോദിക്കുന്ന പോലെ അള്ളാഹു ചോദിക്കുകയാണ്, അംലക്കും ഐമാനുൻ അലൈന ബാലിഗത്തുൻ ഇലാ യൗമിൽ ഖിയാമ. അതല്ല, ഖിയാമത്ത് നാൾ വരെ നമ്മൾ തമ്മിൽ വല്ല കരാറുമുണ്ടോ? നിങ്ങളുടെ ഈ സംസാരം കേൾക്കുമ്പോൾ, നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലായില്ല എന്ന് നടിക്കുമ്പോൾ, എല്ലാവർക്കും ഒരുപോലെ പരലോകത്ത് വിജയം വേണം, പ്രതിഫലം വേണം എന്നൊക്കെ നിങ്ങൾ വാദിക്കുമ്പോൾ അതെന്തൊരു തീരുമാനമാണ്? നിങ്ങൾക്ക് അങ്ങനെ എഴുതി തന്ന എന്തെങ്കിലും രേഖയുണ്ടോ? അതല്ല, ഖിയാമത്ത് നാൾ വരെ നമ്മൾ തമ്മിൽ എന്തെങ്കിലും ഒരു കരാറുണ്ടോ? ഇന്നലക്കും ലമാ തഹക്കുമൂൻ. നിങ്ങൾ പറയുന്നതൊക്കെ, നിങ്ങൾ വാദിക്കുന്നതൊക്കെ നിങ്ങൾക്ക് ചൊരിഞ്ഞു തരണമെന്ന് വല്ല കരാറുമുണ്ടോ എന്ന അള്ളാഹുവിൻ്റെ ശക്തമായ ഭാഷയിലെ ചോദ്യം. അതായത്, ഒരു പ്രവാചകർ തൻ്റെ അനുയായി വൃന്ദങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന സാരോപദേശങ്ങളെ ചെവിക്കൊള്ളാൻ കഴിയാതെ പുറംതിരിഞ്ഞ് നടക്കുന്ന വലിയ ഒരു സംഘത്തിനോടുള്ള ശക്തമായ താക്കീതിൻ്റെ വർത്തമാനമാണ് കാരുണ്യത്തിൻ്റെ അള്ളാഹു ഇവിടെ പറയുന്നത്.
ആ റഹ്മാനായ റബ്ബ് അത്രമേൽ ഈ അടിമകളുടെ എടുത്തുചാട്ടവും വിവരമില്ലായ്മയും തോന്നിവാസവും കണ്ടിട്ട് അവരോട് പറയാൻ. ഖുർആനിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഈ ആയത്ത് വന്ന് പറയുന്നത് നമ്മളെപ്പോലുള്ള ആളുകൾക്ക് ഗുണപാഠമാണ്. ഉസ്താദുമാർ പറയുമ്പോൾ, ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ, ആയത്ത് ഓതിത്തരുമ്പോൾ, ഹദീസ് പഠിപ്പിക്കുമ്പോൾ, ചരിത്രം പറഞ്ഞു തരുമ്പോൾ അതൊന്നും ചെവിക്കൊള്ളാതെ ആഖിറോ അല്ലേ അതൊക്കെ നമുക്കറിയാം, മരണമല്ലേ അതൊന്നും മൊഴിയായി പറയണ്ട, അതൊക്കെ ഞങ്ങൾ കുറേ കാലം കൊണ്ട് കേൾക്കുന്നതാ, ഇങ്ങനെ ഒരു രീതിയിൽ അതിനെ നവർമെൻ്റായി തള്ളിക്കളയുന്ന ഒരു സംഘത്തിനോടുള്ള ശക്തമായ അള്ളാഹുവിൻ്റെ താക്കീതാണ്. നമ്മൾ ആലോചിക്കണം, ഇത് ഖുർആനാണ്. മക്കത്തും മദീനത്തും ഒക്കെ ഈ സൂറത്തുൽ ഖലമിലെ ഈ ഭാഗം ഇമാം പാരായണം ചെയ്താൽ പുറകിൽ നിൽക്കുന്ന മുഴുവൻ മഅ്മൂമീങ്ങളും ഇമാം ഉൾപ്പെടെ കണ്ണ് ഉരുകി വീണു പോകുമോ എന്ന് ഭയപ്പെടുന്ന കണ്ണുനീരിലേക്ക് ഒഴുകിയെത്തും. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? ഇതിൻ്റെ അർത്ഥവ്യാപ്തി അത്രമേലുണ്ട്. അള്ളാഹു അത്രമേൽ ശക്തമായ ഭാഷയിലാണ് പറയുന്നത്. എന്തെല്ലാം നിഅമത്തുകളും അനുഗ്രഹങ്ങളും സൗഭാഗ്യങ്ങളും സൗകര്യങ്ങളും നിങ്ങൾക്ക് ചൊരിഞ്ഞു തന്നിട്ട് അതിനെയെല്ലാം നിങ്ങൾ വലിച്ചെറിഞ്ഞിട്ട് തോന്നിവാസികളായി മാറുകയാണോ നിങ്ങളെന്ന കാരുണ്യവാൻ്റെ ചോദ്യത്തിന് മുന്നിൽ നാം ശരിക്കും പേടിക്കേണ്ടതുണ്ട്. സത്യത്തിൽ ഈ സൂറത്തുൽ ഖലം പഠിക്കുമ്പോൾ, പാരായണം ചെയ്യുമ്പോൾ, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുമ്പോൾ നെഞ്ചിലൊരു നീറ്റലുണ്ടാവണം. വിശ്വാസികൾ അങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് ഖുർആൻ പാരായണം നടത്താൻ പറയുമ്പോൾ, അവർ ഖുർആൻ ഓതുമ്പോൾ മാണിക്യമുത്തു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഖുർആനിൻ്റെ വചനങ്ങളുടെ അർത്ഥത്തിൻ്റെ ആഴം തിരിച്ചറിഞ്ഞ് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഖുർആൻ ഓതാനും കരയാനും അതിൽ പറയുന്ന കാര്യങ്ങളെ ചിന്തിച്ച് ഒരു ജീവിതത്തിൽ നന്മകൾ ഉണ്ടാക്കാനും അള്ളാഹു തൗഫീക്ക് തരട്ടെ. ഈ സൂറത്തുൽ ഖലമിൽ ഇവിടെ അള്ളാഹു പറയുന്ന ഭാഗങ്ങൾ അത്രമേൽ ശക്തമായ ഭാഗമാണ്. നിങ്ങൾ കാണിക്കുന്ന തോന്നിവാസം, നിങ്ങളെടുക്കുന്ന തീരുമാനം ഞാൻ അംഗീകരിക്കണമെന്നാണോ? ആഖിറത്തിലും നിങ്ങൾക്ക് സുഖം, ദുനിയാവിലും നിങ്ങൾക്ക് സുഖം, ഇവിടെയും നിങ്ങൾക്ക് രക്ഷ, അവിടെയും നിങ്ങൾക്ക് രക്ഷ, ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് കരാറ് വല്ലതും എഴുതി തന്നിട്ടുണ്ടോ എന്ന് അള്ളാഹു ചോദിക്കുകയാണ്. അതുകൊണ്ട് പടച്ചവൻ നീതിമാനാണ്. നന്മ ചെയ്തവർക്ക് പ്രതിഫലവും തിന്മ ചെയ്തവർക്ക് ശിക്ഷയും വിളമ്പിക്കൊടുക്കാൻ അള്ളാഹുവിനൊരു മടിയുമില്ല എന്ന് ഈ ആയത്തുകൾ പറയുകയാണ്. പരമാവധി അള്ളാഹുവിനെ സൂക്ഷിക്കുക, തഖ്വയോടെ ജീവിക്കുക. അള്ളാഹു തൗഫീക്ക് തരട്ടെ. ഈ ആഴ്ചയിലെ ചോദ്യങ്ങളിലേക്ക് കടക്കുകയാണ്. ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയത്തെ സ്വാധീനിക്കാൻ, നിങ്ങളുടെ മനസ്സിനെ സന്തോഷിപ്പിക്കാൻ, വിജയങ്ങൾ കൈവരിക്കാനുള്ള മനോഹരമായ പ്രാർത്ഥനയും നിങ്ങളെ പഠിപ്പിക്കുന്നതാണ്. അള്ളാഹു തൗഫീക്ക് തരട്ടെ. ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കുന്നു. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വെഡിങ് ഡ്രസ്സിന്റെയോ പാർട്ടി വെയറിന്റെയോ ഫോട്ടോയോ കൺസെപ്റ്റോ നിങ്ങളുടെ കയ്യിലുണ്ട്. അത് നിങ്ങൾക്ക് കസ്റ്റം ഡിസൈൻ ചെയ്ത് കിട്ടണോ? അതിന് പറ്റിയ ഒരു യുണീക് സ്ഥലമുണ്ട് നമ്മുടെ കൊല്ലത്ത്, വെഡിങ് ബൈ സിഗ്നേച്ചർ. വിമന് മാത്രമല്ല, മെൻസ്, കിഡ്സ്, അങ്ങനെ എല്ലാവർക്കും ഇവിടുന്ന് പാർട്ടി വേസ് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അഫോർഡബിൾ ലക്ഷറി, അതാണ് ഇവരുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. ദിസ് ഈസ് ദർ ചിത്രകാർ ലോഞ്ച്. ഇവിടെയാണ് എല്ലാം മാജിക് നടക്കുന്നത്. ദേ ഹാവ് ഇൻ-ഹൗസ് ഡിസൈനേഴ്സ്, സ്റ്റിച്ചിങ് യൂണിറ്റ് ആൻഡ് ആർട്ടിസ്റ്റ് ഫ്രം ഓൾ ഓവർ ഇന്ത്യ. ഗ്രൗണ്ട് ഫ്ലോർ ഈസ് കോൾഡ് സീസൺസ് ആൻഡ് ഇസ് ഫോർ പാർട്ടി വെയർസ് ആൻഡ് സൽവാസ്. First floor Chitragar lounge has fabrics from all over India. Second floor Mangal Muhurta collections is for lehengas, gowns and sarees for any occasions. Third floor Vardhaman is exclusive for men. Designers-നോട് സംസാരിച്ച് നിങ്ങൾക്ക് വേണ്ടുന്ന യൂണിക് ഡ്രസ്സസ് ഇവിടുന്ന് കസ്റ്റമൈസ് ചെയ്ത് ഫാബ്രിക് ഒക്കെ ചൂസ് ചെയ്ത് ഡിസൈൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. Signature Groom and Bride opposite Shangas Hospital, Kollam. നിങ്ങൾക്കും വേണോ ഒരു ജോലി? അട്ടക്കുളങ്ങരയിലുള്ള അറഫ ഗോൾഡിന്റെ ഷോപ്പിൽ ഉടൻ ബന്ധപ്പെടുക. ഫോൺ നമ്പർ 799 467 65 39.
നിങ്ങൾക്കും വേണോ ഒരു ജോലി? അട്ടകുളങ്ങരയിലുള്ള അറഫ ഗോൾഡിന്റെ ഷോപ്പിൽ ഉടൻ ബന്ധപ്പെടുക. ഫോൺ നമ്പർ 799 467 65 39. അൽ ജവാബ് എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 9:30-നും എല്ലാ ചൊവ്വാഴ്ചയും രാത്രി 11 മണിക്കും ഉണ്ടാകും. മറക്കാതെ കാണുക. അസ്സലാമു അലൈക്കും. കേരളത്തിലെ പ്രമുഖ വസ്ത്രാലയമായ കൊല്ലം MK ഫാബ്രിക്സ്. കൊല്ലം MK ഫാബ്രിക്സ് അവതരിപ്പിക്കുന്ന അൽ ജവാബ് പ്രോഗ്രാമിലെ ചോദ്യോത്തരവേളയിലേക്ക് എല്ലാ ദീനീ സ്നേഹികളെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ദഫ് മുട്ട്, കോൽക്കളി എന്നൊക്കെ പറഞ്ഞ് ചില യുവാക്കൾ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളെ ഉസ്താദ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ചോദിച്ചിരിക്കുന്നത് അമാൻ ബാഖവി, പെരുമ്പാവൂരിൽ നിന്നും. വളരെ മോശമാണ്. ഈ ഓണവും നബിദിനുമൊക്കെ ഒരുമിച്ച് വരുന്ന കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് അങ്ങനെയാണല്ലോ. യഥാർത്ഥത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ കുറച്ച് വൃത്തിയും അടക്കവും ഒതുക്കെ ഉള്ളത് എനിക്ക് തോന്നുന്നു ഓണാഘോഷത്തിനാണെന്നാണ് ഇപ്പോൾ തോന്നുന്നത്. കാരണം അവരുടെ പുലിക്കളിയാണെങ്കിൽ പോലും അതിനൊരു സ്റ്റെപ്പും ഒരു രൂപവും ഒരു ഭാവവും ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ മക്കൾ ലോകത്തിൻ്റെ അനുഗ്രഹിയായ റഹ്മത്തുൽ ആലമീൻ്റെ പേര് പറഞ്ഞിട്ട് കാണിക്കുന്ന ചില പേക്കോലങ്ങ് കെട്ടിയിട്ട് കാണിക്കുന്ന പേക്കൂത്തുകളെ നഖശിഖാന്തം എതിർക്കാതിരിക്കാൻ പറ്റില്ല. അതിന് എന്ത് പേര് പറഞ്ഞാലും ഇഷ്കോ മഹബത്തോ നിങ്ങളെന്താ ബാഖവി പറയുന്നേ, അതങ്ങ് പറയാൻ പാടില്ല, അതൊക്കെ ഇഷ്കിൻ്റെ വേറെ തലമാണ്, എന്തു പറഞ്ഞാലും എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം സങ്കടമുണ്ടത് കാണുമ്പോൾ. നല്ല ഈമാനുള്ള മക്കളില്ലേ ഓരോ മഹലിലും, അവരവരെ കൈകാര്യം ചെയ്യേണ്ട സാഹചര്യത്തിലേക്ക് എത്തും. കാരുണ്യത്തിൻ്റെ തിരുദൂതർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു വല്ലാത്ത കോലത്തിലല്ല ചെയ്യേണ്ടത്. ഒരു അച്ചടക്കം, ഞാനിത് ചെയ്താൽ എൻ്റെ ഹബീബിന് ഇഷ്ടമാകും, ഞാനീ കാണിക്കുന്നത് കണ്ട് എൻ്റെ മുത്തിന് സന്തോഷമാവും എന്ന് നിങ്ങളുടെ കൽബിൽ 1% പറയുന്ന കാര്യങ്ങളെ ചെയ്യാവൂ. അല്ലാഹു തആല വൃത്തിയിലും ശുദ്ധിയിലും അടക്കത്തിലും ഒതുക്കത്തിലും ഇതൊക്കെ കൊണ്ട് നടക്കാനും പിന്തുണയ്ക്കാനും തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മരണത്തെ ചില മഹാത്മാക്കൾ നേരത്തെ അറിയുന്നു എന്നും ഖബർ, കഫൻ തുണി, അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നു എന്നതുമൊക്കെ ശരിയാണോ ഉസ്താദെ? അതൊക്കെ എങ്ങനെയാണ് ശരിയാകുന്നത്? അത് റബ്ബിന് മാത്രം അറിയുന്ന കാര്യങ്ങളല്ലേ? ഇത് ചോദിച്ചിരിക്കുന്നത് ഷഫീഖ് ഹാജിയാണ്, കരുനാഗപ്പള്ളിയിൽ നിന്നും. വളരെ നല്ല ചോദ്യമാണ്. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ ചോദ്യം 100 വട്ടം ഹൃദയത്തോട് ചോദിക്കും. എങ്ങനെയാണ് അവർക്ക് അറിയാൻ പറ്റുന്നത്? ഒരാൾ മരിക്കുന്നത് എപ്പോൾ, അയാളുടെ മരണം, അയാളുടെ മരണത്തിന് ശേഷമുള്ള, ഇതൊക്കെ അള്ളാഹുവിന് മാത്രം അറിയുന്ന കാര്യമാണ്. പക്ഷേ ചില ആളുകൾ, മക്കളെ ഞാൻ നാളെ മരിക്കും, എന്നെ ഇന്ന സ്ഥലത്ത് അടക്കണം, എനിക്ക് ഈ തുണി കൊണ്ട് എന്നെ പൊതിയണം, എൻ്റെ മയ്യത്ത് നിസ്കാരത്തിന് ഇന്ന ആൾ നേതൃത്വം തരണം, നാളെ 4 മണിയോടുകൂടി ഞാൻ മരണപ്പെടും. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ തൻ്റെ മരണത്തെ മുൻകൂട്ടി അറിഞ്ഞിരുന്നല്ലോ. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് അത് തുറന്നു പറഞ്ഞിരുന്നല്ലോ, അതിനുവേണ്ടി ഒരുങ്ങിയിരുന്നല്ലോ. അപ്പോൾ പറയും അത് ഫാത്തിമ റളിയല്ലാഹു അൻഹയല്ലേ, അവരോട് എങ്ങനെയാണ് നമുക്ക് ബാക്കിയുള്ളവരെ കമ്പയർ ചെയ്യാൻ പറ്റുകയെന്ന് ചോദിക്കും. ശരി, അതിനുശേഷം എന്തുകൊണ്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹ അറിഞ്ഞു എന്ന സ്ഥലത്ത് നിന്നാണ് ബാക്കി നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അള്ളാഹുവിലേക്ക് അടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന കേവലം ഒരു 5 വഖ്ത് നിസ്കാരം കൊണ്ടുള്ള അടുപ്പമല്ല, ഉറക്കമൊഴിഞ്ഞ രാത്രികൾ, പ്രാർത്ഥനയുടെ രാപ്പകലുകൾ, കണ്ണീരിൻ്റെ കടലുകൾ ഒക്കെ അള്ളാഹുവിന് സമർപ്പിച്ചാണ് ഒരു അബ്ദ് അള്ളാഹുവിലേക്ക് അടുക്കുന്നത്. അങ്ങനെ അള്ളാഹുവിലേക്ക് അടുക്കുമ്പോൾ അള്ളാഹു തആല അവർക്ക് കൊടുക്കുന്ന അറിയിപ്പുകളാണ് ചില അടയാളങ്ങൾ, ചില സൂചനകൾ. അങ്ങനെ ഉണ്ടല്ലോ, മരണത്തിന് അടയാളങ്ങളുണ്ടല്ലോ. അപ്പോൾ അടയാളങ്ങൾ, സൂചനകൾ, അതൊക്കെ ഒരു മനുഷ്യൻ ഞാൻ മരിക്കുന്നു എന്ന അറിവിലേക്ക് അവനെ എത്തിക്കുകയാണ്. യഥാർത്ഥത്തിൽ വലിയ വലിയ സൂഫിയാക്കൾ, ആരിഫ്യങ്ങളൊക്കെ അത് തിരിച്ചറിയുന്നത് അങ്ങനെയാണ്. അവർക്കറിയാം അവരുടെ കണക്ഷൻ, പോകുന്ന റൂട്ടും രീതിയൊക്കെ അവർക്കറിയാം. നമ്മളെപ്പോലെയുള്ള അവർ സാധാരണ മനുഷ്യരല്ല. ഖുലൂബുൽ ആരിഫീന ലഹാ ഉയൂനുൻ തറാ മാ ലാ യറാഹു നാദിറൂന. ആരിഫീങ്ങൾക്ക് കണ്ണുണ്ട്, കൽബുണ്ട്. നമ്മൾ ചിന്തിക്കാത്തത് അവർ ചിന്തിക്കുന്നു, നമ്മൾ കാണാത്തത് അവർ കാണുന്നു. അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്കറിയാൻ പറ്റുന്നതാണ്, അള്ളാഹു തആല അറിയിച്ചു കൊടുക്കുന്നതാണ്. അങ്ങനെ ഒരുപാട് പേര് ഇപ്പോൾ ഈ അടുത്ത സമയത്ത് ഇവിടെ പറഞ്ഞ ബഹുമാനപ്പെട്ട ഷെയ്ഖുന മാണിയൂർ ഉസ്താദ്, അള്ളാഹു തആല ദർജ ഉയർത്തി കൊടുക്കട്ടെ, അദ്ദേഹത്തിൻ്റെ ഖബർ, കഫൻ തുണിയുടെ അളവ്, നീളം, വീതി ഒക്കെ പറഞ്ഞു, മരണത്തിൻ്റെ സമയം അറിയിച്ചു. അങ്ങനെ മരണപ്പെട്ട ആളാണ്. അപ്പോൾ ആ ദർജയിലേക്ക് നമ്മൾ എത്തൂല, നമ്മൾ സാധുക്കളാണ്, ചണ്ടികളാണ്. പക്ഷേ എന്നാലും ഇങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹുവിൻ്റെ സൂചന പല അടയാളങ്ങളിലൂടെ കൊടുത്തിട്ടുണ്ട്, കൊടുക്കും എന്നതാണ് ചരിത്രം പറഞ്ഞു തരുന്ന യാഥാർത്ഥ്യം.
അള്ളാഹു നമുക്ക് നല്ല മരണം നൽകി അനുഗ്രഹിക്കട്ടെ. വാഹനത്തിൽ കയറുമ്പോൾ വലത്തേതിനെ മുന്തിക്കാൻ കഴിയാറില്ല. അങ്ങനെയെങ്കിൽ ആ സുന്നത്തിനെ നമുക്ക് ഒഴിവാക്കിയ കുറ്റം കിട്ടുമോ ഉസ്താദെ? ചോദിച്ചിരിക്കുന്നത് മുസ്തഫ ഹാജിയാണ്, മൂവാറ്റുപുഴ നിന്നും. ഒരു സാധാരണക്കാരൻ്റെ മനസ്സ് നിറഞ്ഞ ചോദ്യമാണത്. സത്യത്തിൽ അത് ശരിയല്ലേ? എല്ലാ കാര്യങ്ങളും നല്ല കാര്യങ്ങൾ വലത്തെ കാലിനെ മുന്തിക്കണമെന്നാണ്. പക്ഷേ നമ്മൾ വാഹനം ഡ്രൈവ് ചെയ്യാൻ കയറുമ്പോൾ നമുക്ക് വലത്തെ കാലിൽ മുന്തിക്കാൻ പറ്റില്ല. ഗൾഫിലാണെങ്കിൽ കഴിയും, പക്ഷേ നാട്ടിലാണെങ്കിൽ കഴിയില്ല. പക്ഷേ ആ കഴിയാത്ത സ്ഥലത്ത് നമ്മൾ ആ വലത്തെ കാലിൽ മുന്തിച്ച് സുന്നത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ചാടി കയറാനൊക്കെ പ്രയാസമാണ്. എന്നാലും ചില ആളുകൾക്ക് വലത്തെ കാല് വെച്ച് കയറാൻ പറ്റൂല എന്നൊന്നും പറയാൻ കഴിയില്ല. പല വാഹനത്തിലും വലത്തെ കാല് വെച്ച് കയറാൻ പറ്റും. നമ്മൾ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറുമ്പോഴുള്ള ബുദ്ധിമുട്ട് അതൊന്നുമല്ല, അല്ലാതെ തന്നെ കയറാൻ പറ്റും. തീരെ കയറാൻ പറ്റാത്ത ആളുകൾ ഒരിക്കലും ഒരു സാഹസികത അതിനുവേണ്ടി കാണിക്കേണ്ട. വലത്തേതിനെ മുന്തിക്കണമെന്ന അതിയായ ആഗ്രഹം കൊണ്ടുള്ള ഈ ചോദ്യത്തിന് തന്നെ മരിക്കുന്നത് വരെ വാഹനത്തിൽ കയറുമ്പോൾ വലത്തെ കാല് വെച്ച കൂലി കിട്ടാൻ അത് തന്നെ മതിയാവും. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്തി, അമലുകൾ സ്വീകരിക്കപ്പെടുന്ന നിയ്യത്തനുസരിച്ചാണ്. നമ്മുടെ കൽബിൻ്റെ നിയ്യത്ത് എന്താണോ അതിനാണ് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നമുക്ക് പ്രതിഫലവും കൂലിയും നൽകുന്നത്. ഇപ്പോൾ ഈ സഹോദരന് അതൊരു വലിയ വേദനയാണ്. എനിക്കത് വലത്തേക്കാൽ വെച്ചിട്ട് തുടങ്ങാൻ കഴിയുന്നില്ലല്ലോ എന്ന അതീവ ദുഃഖം. അത് മതി അദ്ദേഹത്തിന് ആ കൂലി കിട്ടാൻ. പക്ഷെ എല്ലാത്തിലും അങ്ങനെയല്ല, ഇതിന് കഴിയാത്തത് കൊണ്ടാണ്. കഴിയുന്നത് പരിപൂർണമായും അങ്ങനെ തന്നെ വലത്തേതിനെ മുന്തിക്കുന്നതിന് വലിയ കൂലി അള്ളാഹുവിൻ്റെ ഭാഗത്തുണ്ട്. മലബാറിൽ വലിയ പണ്ഡിതന്മാരുടെ ചരിത്രം പറയുന്ന ഭാഗത്ത് അബ്ദുറഹ്മാൻ ഫൽഫരി എന്ന് പറയുന്ന ഉസ്താദിനെ കുറിച്ച് പറയുന്നുണ്ട്. രോഗശയ്യയിൽ ബാത്റൂമിലേക്ക് അദ്ദേഹത്തെ എടുത്തുകൊണ്ടു പോകുമ്പോൾ അറിയാതെ ഇടതുകാലിന് പകരം വലതുകാലായിപ്പോയ ദുഃഖം. ബാത്റൂമിലേക്ക് കയറുമ്പോൾ ഇടതുകാലാണ് മുന്തിക്കേണ്ടത്. ആ ദുഃഖം അദ്ദേഹം പിന്നീട് പ്രകടിപ്പിച്ചു എന്നാണ്. അള്ളാഹു താല സുന്നത്തുകളെ പ്രാവർത്തികമാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഉസ്താദെ, ഞാൻ എൻ്റെ മാതാപിതാക്കളെ നല്ല പോലെ നോക്കിയ ഒരാളാണ്. പക്ഷേ എൻ്റെ മക്കൾ അങ്ങനെയല്ല. അനുസരണക്കേടും ബഹുമാനക്കുറവും ബഹളവുമൊക്കെയാണ്. എൻ്റെ ഭാഗത്ത് നിന്ന് ഇനി ഞാൻ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ചോദിച്ചിരിക്കുന്ന ബഷീർ മുഹമ്മദ്, കരുവാറ്റ നിന്നും. ഞാൻ എൻ്റെ മാതാപിതാക്കളെ നല്ലതുപോലെ നോക്കിയവരാണ് എന്ന് പറഞ്ഞതിൻ്റെ പൊരുള് ഞാൻ അങ്ങനെ നോക്കിയാൽ എന്നെയും അങ്ങനെ നോക്കണ്ടേ എന്നാണ്. ഞാൻ എൻ്റെ ഉമ്മയും ഉപ്പയും നല്ലതുപോലെ പോറലേൽക്കാതെ നോക്കിയിട്ടുണ്ട്. എല്ലാവരും പറയുന്നത് അങ്ങനെയാണ്. ഞാൻ എൻ്റെ ഉമ്മയോട് ചെയ്തത് എൻ്റെ മക്കൾ എന്നോട് ചെയ്യുമെന്നാണ്. ഞാൻ എൻ്റെ മാതാപിതാക്കളെ നല്ലതുപോലെ നോക്കിയ സ്ഥിതിക്ക് എൻ്റെ മക്കൾ എന്നെയും നല്ലതുപോലെ നോക്കണ്ടേ എന്നാണ്. പക്ഷെ ഇവിടെ രണ്ട് കാര്യം നമ്മൾ ചിന്തിക്കണം. ഒരു കാര്യം ശരിയാണ്, നമ്മൾ നമ്മുടെ മാതാപിതാക്കളോട് ചെയ്തതാണ് നമ്മുടെ മക്കൾ നമ്മോട് ചെയ്യുക. അത് വളരെ കറക്റ്റാണ്. ഇന്ന് സ്നേഹസാഗരത്തിലൊക്കെ നിങ്ങൾ വന്നാൽ കാണാം, അവിടെ കിടക്കുന്ന ഉമ്മമാർ, പ്രായം ചെന്ന ഉമ്മമാർ, എന്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഗതി വന്നു എന്നൊക്കെ നമ്മൾ ചോദിച്ചാൽ ചില സമയത്ത് അവർ പറയും, ഞാൻ എൻ്റെ മാതാപിതാക്കളോട് കാണിച്ചത് എൻ്റെ മക്കൾ എന്നോട് കാണിച്ചു, ഞാനിപ്പോൾ അത് അനുഭവിക്കേണ്ടി വരും എന്ന് പറയും. പക്ഷെ ഇതിന് വിപരീതമായി മാതാപിതാക്കളോട് അത്രമേൽ നന്മ ചെയ്ത് അവർക്ക് സേവനം ചെയ്തു, പക്ഷെ തൻ്റെ മക്കൾ തനിക്കെതിരായി പോകുന്ന സാഹചര്യം വരലാണ് അപൂർവമായിട്ട്. അതിൽപ്പെട്ട ഒരു ചോദ്യമാണിത്. അങ്ങനെ വരാൻ കാരണം എന്താ? നമ്മൾ ആ മക്കളെ ഇസ്ലാമിക ചിട്ടക്കൂടിൽ വളർത്തിയില്ല എന്നതാണ്. മാതാപിതാക്കളൊക്കെ നിങ്ങൾ നോക്കി ശരിയാണ്, പക്ഷെ നിങ്ങളുടെ മക്കളെ നിങ്ങളൊരു ഇസ്ലാമിൻ്റെ രൂപവും ഭാവവും കൊടുക്കാൻ മറന്നുപോയി. ഇനി അതല്ല, അത് കൊടുത്തു, പക്ഷേ പാതി വഴിയിൽ അവർ വഴിതെറ്റിപ്പോയി. ലഹരിക്ക്, കഞ്ചാവിനൊക്കെ സുലഭമാണതൊക്കെ, ആഗ്രഹിക്കുന്ന സമയത്ത് കയ്യിൽ കിട്ടും. അപ്പോൾ അങ്ങനെ അവർ അതിലേക്ക് പോയി. പിന്നെ അവർക്ക് ഉമ്മ ഉപ്പ അവരുടെ മൂല്യങ്ങളില്ല, ബന്ധങ്ങളുടെ വില അറിയാതെ അതിനെയൊക്കെ ചവിട്ടി തേക്കുന്ന രാക്ഷസന്മാരായി, കാട്ടാളന്മാരായി അവർ മാറി. അത് നമ്മൾ തുറന്നു കൊടുത്ത, നമ്മൾ കയറൂരി വിട്ട വഴിയുടെ അപകടമാണ്. അതുകൊണ്ട് ശരിക്കും ശ്രദ്ധിക്കണം. ഇനി നിങ്ങൾക്ക് ചെയ്യാനുള്ള വഴിയെന്ന് പറയുന്നത്, നിങ്ങൾ ആ മക്കളെ പ്രകോപിപ്പിക്കേണ്ട, പക്ഷേ എന്തെല്ലാം ഹിക്കുമത്തുകൾ ഉപയോഗിച്ച് അതിൽ നിന്ന് ആ മക്കളെ മടക്കി കൊണ്ടുവരാൻ പറ്റുമോ അതൊക്കെ നിങ്ങൾ ഉപയോഗിക്കുക. ഇനി അതിനും കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പാതിരാ സമയങ്ങളിൽ അള്ളാഹുവിനോട് പറയാം. തഹജ്ജുദിൻ്റെ സമയത്തൊക്കെ കരഞ്ഞു പറയാം. അള്ളാഹു കാരുണ്യവാനല്ലേ. ആ പടച്ചവൻ നിങ്ങൾക്ക് നല്ലൊരു വഴിയിലൂടെ, സ്വലാഹിയത്തിൻ്റെ വഴിയിലൂടെ ആ മകനെ തിരിച്ചു തരും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.
നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വെഡിങ് ഡ്രസ്സിന്റെയോ പാർട്ടി വെയറിന്റെയോ ഫോട്ടോയോ കൺസെപ്റ്റോ നിങ്ങളുടെ കയ്യിലുണ്ട്. അത് നിങ്ങൾക്ക് കസ്റ്റം ഡിസൈൻ ചെയ്ത് കിട്ടണോ? അതിന് പറ്റിയ ഒരു യുണീക് സ്ഥലമുണ്ട് നമ്മുടെ കൊല്ലത്ത്, വെഡിങ് ബൈ സിഗ്നേച്ചർ. വിമന് മാത്രമല്ല, മെൻസ്, കിഡ്സ്, അങ്ങനെ എല്ലാവർക്കും ഇവിടുന്ന് പാർട്ടി വേസ് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അഫോർഡബിൾ ലക്ഷറി, അതാണ് ഇവരുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. ദിസ് ഈസ് ദർ ചിത്രകാർ ലോഞ്ച്. ഇവിടെയാണ് എല്ലാം മാജിക് നടക്കുന്നത്. ദേ ഹാവ് ഇൻ-ഹൗസ് ഡിസൈനേഴ്സ്, സ്റ്റിച്ചിങ് യൂണിറ്റ് ആൻഡ് ആർട്ടിസ്റ്റ് ഫ്രം ഓൾ ഓവർ ഇന്ത്യ. ഗ്രൗണ്ട് ഫ്ലോർ ഈസ് കോൾഡ് സീസൺസ് ആൻഡ് ഇസ് ഫോർ പാർട്ടി വെയർസ് ആൻഡ് സൽവാസ്. First floor Chitragar lounge has fabrics from all over India. Second floor Mangal Muhurta collections is for lehengas, gowns and sarees for any occasions. Third floor Vardhaman is exclusive for men. ഡിസൈനേഴ്സിനോട് സംസാരിച്ച് നിങ്ങൾക്ക് വേണ്ടുന്ന യുണീക് ഡ്രസ്സസ് ഇവിടുന്ന് കസ്റ്റമൈസ് ചെയ്ത് ഫാബ്രിക് ഒക്കെ ചൂസ് ചെയ്ത് ഡിസൈൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. Signature Groom and Bride opposite Shangas Hospital, Kollam. നിങ്ങൾക്കും വേണോ ഒരു ജോലി? അട്ടക്കുളങ്ങരയിലുള്ള അറഫ ഗോൾഡിന്റെ ഷോപ്പിൽ ഉടൻ ബന്ധപ്പെടുക. ഫോൺ നമ്പർ 799 467 65 39. നിങ്ങൾക്കും വേണോ ഒരു ജോലി? അട്ടക്കുളങ്ങരയിലുള്ള അറഫ ഗോൾഡിന്റെ ഷോപ്പിൽ ഉടൻ ബന്ധപ്പെടുക. ഫോൺ നമ്പർ 799 467 65 39. അൽ ജവാബ് എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 9:30-നും എല്ലാ ചൊവ്വാഴ്ചയും രാത്രി 11 മണിക്കും ഉണ്ടാകും. മറക്കാതെ കാണുക. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എത്രമേൽ സംശയം അവൻ്റെ കൽബിലുണ്ടാവാം. ഇബാദത്തിന് താല്പര്യമുള്ളതുകൊണ്ടും ചെയ്യുന്നത് സ്വീകരിക്കണം എന്ന ഒരു നിർബന്ധമുള്ളത് കൊണ്ടുമാണ് സംശയങ്ങൾ വരുമ്പോൾ എഴുതി ചോദിക്കുന്നത്. എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഏറ്റവും നല്ല ചോദ്യകർത്താവിനുള്ള 1ാം സമ്മാനം കൊടുക്കുന്നത് അറഫ ഗോൾഡ് തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് ഹൃദയഭാഗത്ത് തന്നെ വിശാലമായ അദ്ദേഹത്തിൻ്റെ സ്ഥാപനം കാണാം, അബ്ദുൽ ലത്തീഫ് സാഹിബിൻ്റെ. അതാണ് അറഫ ഗോൾഡ്. ഒരുപാട് ആളുകൾ വരുന്ന, ഒരുപാട് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടൊരു സ്ഥാപനമാണ്. അള്ളാഹു കച്ചവടത്തിൽ ഇനിയും ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാൻ അള്ളാഹു തൗഫീഖ് കൊടുക്കട്ടെ. അതിലുപരി ലത്തീഫ് സാഹിബിനെയും കുടുംബത്തെയും അദ്ദേഹത്തിൻ്റെ മക്കൾ, മരുമക്കൾ എല്ലാവർക്കും അള്ളാഹു ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യട്ടെ. 2ാം സമ്മാനം കൊടുക്കുന്നത് കൊല്ലത്തെ പ്രിയപ്പെട്ട നാസറുദ്ദീൻ സാഹിബ് അവറുകളാണ്. അദ്ദേഹത്തിൻ്റെ സിഗ്നേച്ചർ ഷോറൂം. മാഷാ അല്ലാ, കൊല്ലം ജില്ലയുടെ തന്നെ രൂപത്തിനും ഭാവത്തിനും മാറ്റം വരുത്തിയ, ഒരു പ്രാവശ്യം പോയാൽ പിന്നെ ഒരിക്കലും മറക്കാൻ കഴിയാത്ത വിധമുള്ള ഒരു വസ്ത്രവ്യാപാര സ്ഥാപനം. അള്ളാഹു താല അദ്ദേഹത്തിന് അതുകൊണ്ട് വലിയ സാമ്പത്തിക നേട്ടം കൊടുക്കട്ടെ. ദീനി ചിട്ടയുമായി ജീവിക്കുന്നവർക്ക് വലിയ ഖൈർ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ. ഇന്ന് നിങ്ങൾക്കൊരു വിജയത്തിൻ്റെ പ്രാർത്ഥനയാണ് പറഞ്ഞിരുന്നത്. അള്ളാഹു താല പ്രാർത്ഥന സ്വീകരിക്കുന്ന പ്രധാനപ്പെട്ട ഒരുപാട് മാലാഖമാർ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ആമീൻ പറയുന്ന വളരെ പ്രധാനപ്പെട്ട 2 സമയം. ഒന്ന് സുബഹിൻ്റെ സമയമാണ്, മറ്റൊന്ന് മഗ്രിബിൻ്റെ സമയമാണ്. മഗ്രിബിൻ്റെ സമയത്ത് നമ്മൾ ചൊല്ലേണ്ട ഒരു പ്രാർത്ഥനയാണ് എല്ലാ കാര്യങ്ങളും നടക്കാൻ. അള്ളാഹു ഇത് പറഞ്ഞതിന് ശേഷം പിന്നെ നിങ്ങൾ ചോദിക്കുന്ന കാര്യം നടത്തി തരാനുള്ള ഒരു പ്രാർത്ഥനയാണ് പറയുന്നത്. 4 ചെറിയ കുഞ്ഞ് വരികളാണ് അതിനുള്ളത്. ഇൻഷാ അല്ലാഹ് എല്ലാവരും എഴുതിയെടുക്കുക. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ ഹാദാ ഇദ്ബാറു നഹാരിക വഇഖ്ബാലു ലൈലിക വഔഖാത്തു സ്വലാത്തിക വഅസ്വാത്തു ദുആഇക വഗ്ഫിർ ലനാ ദുനൂബനാ വഇസ്റാഫനാ ഫീ അംരിനാ. അങ്ങനെയാണ്. ഒന്നുകൂടി അറബി വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം പറഞ്ഞു തരാം. അല്ലാഹുമ്മ ഹാദാ ഇദ്ബാറു നഹാരിക. അല്ലാഹുമ്മ ഹാദാ ഇദ്ബാറു നഹാരിക. നഹാരിക ഇദ്ബാറു നഹാരിക വഇഖ്ബാലു ലൈലിക. വഇഖ്ബാലു ലൈലിക. അല്ലാഹുമ്മ ഹാദാ ഇദ്ബാറു നഹാരിക വഇഖ്ബാലു ലൈലിക വഔഖാത്തു സ്വലാത്തിക വഔഖാത്തു സ്വലാത്തിക വഔഖാത്തു സ്വലാത്തിക. അല്ലാഹുമ്മ ഹാദാ ഇദ്ബാറു നഹാരിക വഇഖ്ബാലു ലൈലിക വഔഖാത്തു സ്വലാത്തിക വഅസ്വാത്തു ദുആഇക വഅസ്വാത്തു ദുആഇക വഅസ്വാത്തു സൗത്ത്. സൗത്ത് എന്ന് പറഞ്ഞാൽ ശബ്ദമെന്നാണ്.
വഅസ്വാതു ദുആഇക വഗ്ഫിർ ലനാ ദുനൂബനാ വഇസ്റാഫനാ ഫീ അംരിനാ വഗ്ഫിർ ലനാ ദുനൂബനാ വഇസ്റാഫനാ ഫീ അംരിനാ. അങ്ങനെയാണ്. ഒന്നുകൂടി അറബി വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം പറഞ്ഞു തരാം. അല്ലാഹുമ്മ ഹാദാ ഇദ്ബാറു നഹാരിക വഇഖ്ബാലു ലൈലിക വഔഖാതു സ്വലാത്തിക വഅസ്വാതു ദുആഇക വഗ്ഫിർ ലനാ ദുനൂബനാ വഇസ്റാഫനാ ഫീ അംരിനാ. അല്ലാഹുമ്മ ഹാദാ ഇദ്ബാറു നഹാരിക, പടച്ചവനെ ഇത് പകൽ യാത്ര പറയുന്ന സമയമാണ്. പകൽ നമ്മളോട് യാത്ര പറയുന്ന സമയമാണ്, മഗ്രിബിൻ്റെ സമയം. വഇഖ്ബാലു ലൈലിക, രാത്രിയെ സ്വാഗതം ചെയ്യുന്ന, രാത്രിയുടെ കടന്നുവരലിൻ്റെ സമയമാണ്. വഔഖാത്തു സ്വലാത്തിക, നമസ്കാരങ്ങളുടെ സമയമാണ്. നമസ്കാരങ്ങളുടെ സമയം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇബാദത്ത് വിശ്വാസികളും മാലാഖമാരും ചെയ്യുന്ന സമയമാണ്. വഅസ്വാതു ദുആഇക, നിന്റെ പ്രാർത്ഥനകളുടെ ശബ്ദത്തിൻ്റെ സമയമാണ്. പ്രാർത്ഥനകളുടെ ശബ്ദം മഗ്രിബിൻ്റെ സമയമാകുമ്പോൾ വീടുകളിൽ, പള്ളികളിൽ, നിസ്കാര റൂമുകളിൽ തേങ്ങലിൻ്റെ, അടക്കിപ്പറച്ചലിൻ്റെ, കണ്ണുനീരൊഴുക്കലിൻ്റെ ഒരു വല്ലാത്ത സമയം. പഴയകാലത്തൊക്കെ അങ്ങനെ ഉമ്മമാർ മഗ്രിബിന് കയറിയ ഇശ കഴിഞ്ഞ് തിരിച്ചിറങ്ങുള്ളായിരുന്നു. ഇന്നും അങ്ങനെ തന്നെയാണ്. പക്ഷേ കയറുമ്പോൾ മൊബൈലുമായിട്ട് കയറുന്നു മാത്രമേ ഉള്ളൂ പ്രത്യേകത. പണ്ട് തസ്ബിയായിട്ട് കയറും, ഇന്ന് മൊബൈലായിട്ട് നിസ്കാര റൂമിൽ കയറും. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അല്ലാഹുമ്മ ഹാദാ ഇദ്ബാറു നഹാരിക വഇഖ്ബാലു ലൈലിക വഔഖാത്തു സ്വലാത്തിക വഅസ്വാതു ദുആഇക ഫഗ്ഫിർ ലനാ ദുനൂബനാ, പടച്ചവനെ ഞങ്ങളുടെ പാപം ഈ സമയത്തിൻ്റെ ബർക്കത്തുകൊണ്ട് നീ പൊറുക്കണം. വഇസ്റാഫനാ ഫീ അംരിനാ, ഞങ്ങൾ അതിരുകടന്ന് ചെയ്തു പോയ അരുതായ്മകൾ നീ ഞങ്ങൾക്ക് മാപ്പാക്കി തരണമെന്നാണ് അള്ളാഹുലേക്ക് പറയുന്നത്. അക്ഷരത്തെറ്റില്ലാതെ എഴുതിയെടുക്കുക, പഠിക്കുക. ജീവിതത്തിൽ എല്ലാ മഗ്രിബിൻ്റെ സമയത്തും അള്ളാഹുലേക്ക് ദുആ ചെയ്ത് വലിയ വിജയം നേടുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. MK ഫാബ്രിക്സ് ആണ് നമ്മുടെ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുന്നത്. മാഷാ അല്ലാഹ് ഒരുപാട് പണം മുടക്കി അദ്ദേഹത്തിൻ്റെ സംരംഭത്തിൽ നിന്ന് നല്ലൊരു തുക ഈ ചാനൽ പ്രോഗ്രാമിന് വേണ്ടി മുടക്കി അദ്ദേഹം ചെയ്യുമ്പോൾ അള്ളാഹു പരിപൂർണമായി കബൂലാക്കട്ടെ. എല്ലാ ശത്രുക്കളുടെ ഷർറും അള്ളാഹു മാറ്റിക്കൊടുക്കട്ടെ. നാസറുദ്ദീൻ, ഷറഫുദ്ദീൻ, നിസാറുദ്ദീൻ എന്ന പ്രിയപ്പെട്ട 3 സഹോദരങ്ങളുടെ കൂട്ടായ്മയും ശക്തിയും ഇസ്സത്തുമൊക്കെയാണ് ഈ സംരംഭം. ഒരു തളർച്ചയും ഒരു പിളർച്ചയുമില്ലാതെ അള്ളാഹു ഉന്നതങ്ങളിലേക്ക് വളർത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ. പ്രിയങ്കരനായ നാസറുദ്ദീൻ സാഹിബ്, ഷറഫുദ്ദീൻ സാഹിബ്, നിസാറുദ്ദീൻ സാഹിബ്, അള്ളാഹുവേ ആ സംഘത്തിന് വലിയ യാത്ര ബിസിനസ്സിൻ്റെ മേഖലയിൽ നടത്താനുള്ള കരുത്ത് കൊടുക്കണേ അല്ലാഹ്. നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ വസ്ത്ര ശൃംഖലയിൽ അണിചേരാൻ, അതിനെ ബുക്ക് ചെയ്യാൻ, അതിൻ്റെ ബുക്കിംഗ് നമ്പരൊക്കെ നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ പരസ്യത്തിൽ അവരുടെ പേര് പറയുന്ന ഭാഗത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ സംവിധാനങ്ങളും എല്ലാ സൗകര്യങ്ങളും ഒരു കുടക്കീഴിൽ MK ഫാബ്രിക്സിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. അള്ളാഹു എല്ലാ വിജയവും അവർക്ക് കൊടുക്കട്ടെ. അവരെ സ്നേഹിക്കാൻ നമുക്കും അള്ളാഹു തൗഫീക്ക് തരട്ടെ. കാരണം ഈ ഇൽമിൻ്റെ വഴിയിൽ അവർ നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ്. അതിൻ്റെ ബറക്കത്തും തെളിച്ചവും അള്ളാഹു അവർക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ. ഈ അൽ ജവാബിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, സംശയങ്ങൾ എല്ലാം നിങ്ങൾ എഴുതി അയക്കണം. വ്യക്തമായിട്ട് എഴുതണം. ഒരു കാർഡിലൊക്കെ എഴുതി കഴിഞ്ഞാൽ നല്ല സൗകര്യമാണ് സംശയങ്ങളും നിങ്ങൾ അയക്കുന്ന നിർദ്ദേശങ്ങളൊക്കെ വായിക്കാനും മനസ്സിലാക്കാനും ഒക്കെ. അൽ ജവാബ് AM നൗഷാദ് ബാക്കവി, ദാറുൽ ഇഷ്ക്, തെന്നൂർക്കുണം, മുടപുരം PO, ചിറയിൻകീഴ്, തിരുവനന്തപുരം. നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥനയിൽ അൽ ജവാബിൻ്റെ പിന്നിലും മുന്നിലും പ്രവർത്തിക്കുന്ന സഹോദരങ്ങളെ മറക്കാതെ ചേർക്കണമെന്ന് അറിയിക്കുന്നു. അടുത്ത വെള്ളിയാഴ്ചയിൽ സൂറത്തുൽ ഖലമിൻ്റെ തുടർഭാഗങ്ങളുമായി വീണ്ടും ഇൻഷാ അല്ലാഹ് നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽ ജവാബ്, ദ ആൻസർ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് MK ഫാബ്രിക്സ്, കോൺവെന്റ് റോഡ്, കൊല്ലം. My wedding, my MK Fabrics, MK Road, Kollam. Signature Groom and Bride, opposite Shangas Hospital, Kollam. അറഫ ഗോൾഡ്, അട്ടക്കുളങ്ങര, ട്രിവാൻഡ്രം.